നമുക്കിന്ന് ആർ എ ഫാക്ടർ ടെസ്റ്റ് എന്താണെന്ന് നോക്കാം. ആർ എ ഫാക്ടർ അല്ലെങ്കിൽ റുമറ്റോയ്ഡ് ഫാക്ടർ എന്നത് നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തിയിൽ നോർമലായി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇമ്മ്യൂണോഗ്ലോബുലിനാണ്. ഇപ്പോൾ ആർ എ ഫാക്ടർ ആർക്കൊക്കെ ടെസ്റ്റ് ചെയ്യണം? സാധാരണ ഇപ്പോൾ നിങ്ങൾക്കൊരു ആർത്രൈറ്റിസ് രോഗമുണ്ട് എങ്കിൽ, അതായത് അതൊരു ആമവാദം പോലെ സംശയമുണ്ട്, ആമവാദത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ അത് ടെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ ആർ എ ഫാക്ടർ നോർമലായും കുറേ പേർക്ക് പോസിറ്റീവായി കാണാം. നമ്മുടെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, രോഗപ്രതിരോധ ശക്തി നോർമലായി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്നത്. ആർ എ ഫാക്ടർ എന്നതും ഒരു ഇമ്മ്യൂണോഗ്ലോബുലിനാണ്. അതുകൊണ്ട് തന്നെ ക്രോണിക്കായി ഇമ്മ്യൂൺ സിസ്റ്റം ആക്റ്റീവ് ആവുന്ന ഒരു അവസ്ഥയിൽ, അതായത് നമ്മുടെ രോഗപ്രതിരോധ ശക്തി എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ, ക്രോണിക് ഇൻഫെക്ഷൻ ആയിക്കോട്ടെ, ഏജിങ് ആയിക്കോട്ടെ, അതായത് പ്രായമായി വരുന്നതായിക്കോട്ടെ, ആ അവസ്ഥയിലൊക്കെ തന്നെ ആർ എ ഫാക്ടർ പോസിറ്റീവായി വരാം. ചിലപ്പോൾ അത് ലോ ടൈറ്റർ അല്ലെങ്കിൽ ചെറിയൊരു അളവിലുള്ള പോസിറ്റീവായിരിക്കും, ചിലപ്പോൾ വളരെ അപൂർവമായി ഹൈ ടൈറ്റർ പോസിറ്റീവും കാണാറുണ്ട്. അപ്പോൾ ഒരു ടെസ്റ്റ് പോസിറ്റീവായി എന്ന് വിചാരിക്കുക, അങ്ങനെയുള്ള എല്ലാവർക്കും തന്നെ ആർ എ ആണ് അല്ലെങ്കിൽ ആമവാദമാണ് എന്നില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു ഹെൽത്ത് ചെക്കപ്പിൻ്റെ ഭാഗമായിട്ടാണ്, അതിൻ്റെ കൂടെ ഒരു ആർ എ ഫാക്ടർ ടെസ്റ്റ് ഉണ്ട്, അത് പോസിറ്റീവായി വന്നു, നിങ്ങൾക്ക് യാതൊരു ലക്ഷണവും ഇല്ല എങ്കിൽ അതിനെ നമ്മൾ ആമവാദമായി കൺസിഡർ ചെയ്യുന്നില്ല. നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ആമവാദമുണ്ട്, നിങ്ങളുടെ സഹോദരനോ സഹോദരിക്കോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും തന്നെ ആമവാദമുണ്ട് എങ്കിൽ, നോർമലായി ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് ഒരു 10 മുതൽ 15% ചാൻസ് ഉണ്ട് ആർ എ ഫാക്ടർ പോസിറ്റീവായി വരാൻ. എന്നാൽ ഇവർക്കൊക്കെ രോഗമുണ്ട് എന്നുള്ളതല്ല. അതുകൂടാതെ തന്നെ ഇപ്പോൾ ഒരു അസുഖം ബാധിക്കുന്നതിന് ഒരു 10 വർഷം മുന്നേ വരെ തന്നെ ലോ ടൈറ്ററായി ആർ എ ഫാക്ടർ പോസിറ്റീവായി വരാം. അപ്പോൾ അതുകൊണ്ടും തന്നെ എല്ലാ രോഗികൾക്കും, ഇപ്പോൾ രോഗികൾ എന്നല്ല, ആർ എ ഫാക്ടർ പോസിറ്റീവായ എല്ലാവർക്കും തന്നെ ചികിത്സ ആവശ്യമുണ്ട് എന്നില്ല. ആർ എ ഫാക്ടർ അല്ലാതെ ആമവാദത്തിന് അല്ലെങ്കിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന് വേറെ ടെസ്റ്റ് ഉണ്ട്. അതിൻ്റെ പേരാണ് ACPA അല്ലെങ്കിൽ ANTI-CCP എന്ന ടെസ്റ്റ്. ഇതും ഒരു ആൻറ്റിബോഡിയാണ്. ആർ എ ഫാക്ടറിനേക്കാൾ കൂടുതൽ സ്പെസിഫിസിറ്റി ഇതിന് കൂടുതലാണ്. അതായത് വെറുതെ പോസിറ്റീവ് ആവാനുള്ള ചാൻസ് 1 to 3% മാത്രമാണ്. അതായത് ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് പോസിറ്റീവ് ആവാനുള്ള ചാൻസ് 1 to 3% മാത്രമാണ്. ഇനി അതായത് ആർ എ ഫാക്ടർ, ANTI-CCP, ഈ 2 ടെസ്റ്റുകളും നെഗറ്റീവായ ഒരു ആമവാദം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുമുണ്ട്. 100 പേർക്ക് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദം ഉണ്ടെങ്കിൽ അതിൽ 25 മുതൽ 30 വരെ പേർക്ക് RF അല്ലെങ്കിൽ ANTI-CCP നെഗറ്റീവായി വരാം. അതുകൊണ്ട് തന്നെ RF അല്ലെങ്കിൽ റുമറ്റോയ്ഡ് ഫാക്ടർ എന്നത് ഒരു ടെസ്റ്റ് മാത്രമാണ്. RF പോസിറ്റിവിറ്റി എന്നതുകൊണ്ട് ഒരാൾക്ക് അസുഖമുണ്ട് എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. ലക്ഷണങ്ങളില്ലാതെ RF പോസിറ്റിവിറ്റിയെ മാത്രം നമുക്ക് ചികിത്സിക്കാനും പറ്റില്ല. ഇനി RF പോസിറ്റീവ് എന്നത് മറ്റ് വാതരോഗങ്ങളിലും അതുപോലെ തന്നെ മറ്റ് ഇൻഫെക്ഷനിലും, അതുകൂടാതെ പ്രായം കൂടുന്നത് കൊണ്ടും തന്നെ RF പോസിറ്റിവിറ്റി ഉണ്ടാകാം. ഇനി RF നെഗറ്റീവ് ആയാലും രോഗിക്ക് ലക്ഷണമുണ്ടെങ്കിൽ അത് ആമവാദമാകാം.